ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പപ്പായ മെഴുക്ക് പുരട്ടിയാണ് ഞാനിന്ന് തയ്യാറാക്കാനായി പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം. ഇത് കഷ്ണങ്ങളാക്കി എടുത്തതാണ്, ഇത് കഴുകി എടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. പപ്പായയുടെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം കൂടി പോകണ്ട. ഇനി വേവിച്ചെടുക്കാം. ഇത് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇത് വെന്തോ നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അതും കൂടെ അതിലൊന്ന് കിടന്ന് ആയി വരട്ടെ. ഇതായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായ വെന്ത് ഉടഞ്ഞു പോകരുത്. ഇതിൽ കിടന്ന് നല്ലപോലെ ആ മസാലയൊക്കെ പപ്പായയിൽ പിടിച്ച് വരട്ടെ. ഒരു മിനിറ്റോളം അതിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി പപ്പായ മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.